നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. രോഷാകുലനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഭരണപക്ഷം ബഹളം വെച്ചു. ഇത് കണ്ട് കയ്യിലിരുന്ന പേപ്പർ വി ഡി സതീശൻ വലിച്ചെറിഞ്ഞു. എന്ത് തെമ്മാടിത്തമാണ് ഇത് കാണിക്കുന്നതെന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. താൻ പറയുന്നത് ഭരണപക്ഷം കേൾക്കുന്നില്ല എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ബഹളം വെച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അതിരൂക്ഷമായി വി ഡി സതീശൻ വിമർശിച്ചു. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്ന് വി ഡി സതീശൻ വിമർശിക്കുകയുണ്ടായി. ഈ ഭാഗമടക്കം ഭരണപക്ഷത്തിന്റെ ബഹളം സംപ്രേഷണം ചെയ്തിട്ടില്ല സഭ TV. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. വി ഡി സതീശൻ പേപ്പർ വലിച്ചെറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് അതിനകത്ത് അരങ്ങേറിയത്. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF നോട്ടീസ് നൽകിയ അവിശ്വാസ പ്രമേയ ചർച്ച 18-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്നു. 25 അംഗ കോർപ്പറേഷനിൽ 13 അംഗങ്ങൾ LDF-ഉം 11 അംഗങ്ങൾ UDF-ഉം ഒരാൾ സ്വതന്ത്രനുമാണ്. അവിശ്വാസ പ്രമേയ അവതരണ ഘട്ടത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ആവശ്യമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ LDF-ലെ കലാരാജുവിനെ കോർപ്പറേഷൻ ചെയർപേഴ്സന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായി പരാതി. CPIM കൗൺസിലറായ കലാരാജുവിനെ ചെയർപേഴ്സന്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് UDF കൗൺസിലർമാരും പ്രവർത്തകരും കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഭവത്തിൽ കൗൺസിലറുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. കലാരാജു വീട്ടിലുണ്ടെന്നറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് അവരെ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിറവം MLA-യുടെ നേതൃത്വത്തിൽ 75ഓളം പേർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് മുൻവശത്ത് പ്രവേശന കവാടത്തിൽ നിയമവിരുദ്ധമായി കുത്തിയിരുന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചതിനും UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. കോർപ്പറേഷൻ ചെയർപേഴ്സണെ UDF പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും മാത്രമല്ല ജാഥ നടത്തി മാർഗതടസ്സം സൃഷ്ടിച്ചതിന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പ്രധാന പ്രശ്നം. കലാരാജുവിനുണ്ടായ പരാതിയിൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഗൗരവമായി കാണും. അവരുടെ പരാതി ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കും. സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ ഇക്കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലി നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഭരണപക്ഷം ഇന്ന് സ്വീകരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദപ്രതിവാദത്തിനിടെയാണ് പ്രതിപക്ഷ നേതാവ് കോപിക്കുന്ന അല്ലെങ്കിൽ രോഷാകുലനാകുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.